റോഷിബാലയ്ക്ക് കൂടി പോകുന്നു. റോഷിബാൽ, ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ആശങ്കപ്പെടേണ്ടതില്ല എന്നതാണോ നൽകുന്ന പ്രാഥമിക വിവരം? സ്മൃതി, അങ്ങനെയാണ്. കാരണം ഈ കപ്പൽ അപകടത്തിന് പിന്നാലെ അതിലുള്ള കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ വന്നതോടെ സ്വാഭാവികമായും ആശങ്ക പരക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം ഇങ്ങനെ പറയുന്നത്. അവരുടെ വിശദീകരണം ഇത് ഏതാണ്ട് 120 കിലോമീറ്റർ അപ്പുറത്താണ് കേരള തീരവുമായി. അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകൾ കടലിൽ വീണാലും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് ബാധിക്കുന്നതല്ല. ഈ കപ്പലപകടത്തിൽ സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്നത് രക്ഷാപ്രവർത്തനമാണ്. ആ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരെ എത്രയും പെട്ടെന്ന് രക്ഷിക്കുക, അവർക്ക് വേണ്ട വൈദ്യസഹായം നൽകുക, ഇതിനാണ് പ്രാധാന്യം നൽകുന്നത്. സ്വാഭാവികമായും ഈ കളക്ടറേറ്റുകൾക്ക് കോഴിക്കോട് ഉൾപ്പെടെയുള്ള കോഴിക്കോട്, കണ്ണൂർ അടക്കമുള്ള ജില്ലാ കളക്ടർമാർക്ക് അടിയന്തരമായി ഈ ആവശ്യമായ ചികിത്സാ സൌകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും കോസ്റ്റ് ഗാർഡും നേവിയും അടക്കം അങ്ങോട്ടേക്ക് പോവുകയും അവിടെ കപ്പൽ അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യമായ മെഡിക്കൽ സഹായം ഉടൻ തന്നെ ലഭ്യമാക്കും. കടലിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച കപ്പലിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്തി ഒരുപക്ഷെ ബേപ്പൂരോ അല്ലെങ്കിൽ കൊച്ചിയിലോ അവരെ കരയിലേക്ക് എത്തിക്കാനുള്ള ആലോചനകളാണ്. ഇക്കാര്യത്തിൽ കോസ്റ്റ് ഗാർഡും നേവിയും ആണ് തീരുമാനമെടുക്കേണ്ടത്. അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വിവരം സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയും വേണ്ട ചികിത്സാ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലാണ്. ഏതായാലും ഇപ്പോൾ നേവിയും കോസ്റ്റ് ഗാർഡുമായി അടക്കം സംസ്ഥാന സർക്കാർ ആശയവിനിമയം നടത്തുന്നുണ്ട്. നിലവിൽ കേരള തീരത്തിന് ആശങ്കപ്പെടുന്ന ഒന്നുമില്ല. കപ്പലിന് തീപിടിച്ചു, കപ്പലിന് അപകടം സംഭവിച്ചു, ജീവനക്കാർ കടലിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു, അതിൽ ചിലർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് കണ്ടെയ്നറുകൾ, കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ അങ്ങനെ അപകടകരമായ രാസവസ്തുക്കളോ അങ്ങനെ ഒന്നും ഇല്ല എന്ന പ്രാഥമിക വിവരമാണ് ഇപ്പോൾ ചരക്കാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല അല്ലേ? പലതവണ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്, തീപിടുത്തവും ഉണ്ടായിട്ടുണ്ട്. സ്മൃതി, ഈ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവർ ശേഖരിക്കുന്നു. ഏതായാലും നിലവിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നത് മാത്രമാണ്. കാരണം പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ്. അല്പസമയത്തിനകം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അവർ ലഭ്യമാക്കും. ഒരുപക്ഷെ വാർത്താക്കുറിപ്പോ അല്ലെങ്കിൽ അത്തരത്തിൽ ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ ഭാഗത്ത് തന്നെ ഒരു ഔദ്യോഗിക വിശദീകരണം ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് അതിൽ ആശങ്കപ്പെടേണ്ടതില്ല